ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. വെൽക്കം ടു ദ ജോയ്സ് കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ക്യാരറ്റ് കൊണ്ട് ജാം ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ജാം ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് ഇന്ന് കുറച്ച് ജാം ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ അതിനായിട്ട് പീൽ ചെയ്തെടുത്ത ഒരു 5-6 ക്യാരറ്റ് ഇതേപോലെയുണ്ട്. ഈ ക്യാരറ്റ് കൊണ്ട് ഞാൻ കൊത്തി നുറുക്കി ഒന്ന് പീസുകളാക്കിയിട്ട് ഇത് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. കാരണം ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, മെൽറ്റായി എടുക്കാൻ നമുക്ക് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാടാണ്. അപ്പം ഡയറക്റ്റ് നമ്മൾ ഒന്ന് ബോയിൽ ചെയ്യാൻ എടുക്കാം. ജാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാരറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇതേപോലെ നുറുക്കി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ബോയിൽ ചെയ്ത ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായും ഒരു കറുകപ്പട്ടയുടെ കഷ്ണം കൂടിയും ഈ 1 കപ്പ് ഷുഗറിനകത്തേക്ക്, ഇതൊരു 50 ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഷുഗർ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യാം. ഇത് ഈ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിക്കകത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ അത് ആടായിക്കോളും. അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുകയുള്ളൂ. അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ക്യാരറ്റ് ഇതേപോലെ ഒരു സാധനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്നല്ല ബ്ലെൻഡറോ ഏതെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഇടിച്ച് അരച്ചെടുക്കുക. അതല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താലും മതി. എന്നിട്ട് പാനിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇത് ഞാൻ പൊടിച്ചിരിക്കുന്ന ഏലക്കായും കറുകപ്പട്ടയും ഷുഗറും കൂടിയാണ് ഈ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഞാനത് ക്യാരറ്റ് ഇതേപോലെ ഒന്ന് അരച്ച് പാനിലേക്ക് ആഡ് ചെയ്തേക്കാണ്. ഇനി ഇതിനകത്തേക്ക് ഈ പൊടിച്ച് വച്ച ഷുഗറും കറുകപ്പട്ടയും ഏലക്കായെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹാഫ് ലൈം ഇതിനകത്തേക്ക് ഒന്ന് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളിത് സിമ്പിളായിട്ട് ജാം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് മേടിച്ച് കാശുകളിനൊക്കെ നല്ലതാണ്. അങ്ങനെ ക്യാരറ്റ് ജാം നല്ല അടിപൊളിയായി റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ക്യാരറ്റ് ജാം ഈസിയായി റെഡി ആയിരിക്കുകയാണ്. വെരി കളർഫുള്ള്, വെരി ടേസ്റ്റി, നാച്ചുറലാണ്. നമ്മുടെ ഹെൽത്തിക്ക് പറ്റിയ ഒരു സാധനമാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ജാമാണിത്. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്തത് നല്ലതാണല്ലോ. എപ്പോഴും കുട്ടികൾ കഴിക്കുന്നതല്ലേ. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനകത്ത് ഒത്തിരി കൊള്ളില്ലാത്ത ഐറ്റംസൊക്കെ ആഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്കിത് നല്ലൊരു ഐറ്റംസാണ്. നമ്മുടെ വീട്ടിൽ ഇത് കുറച്ച് ദിവസം ഇതൊരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ബ്രെഡ് ബട്ടർ ജാമൊക്കെ പിള്ളേർ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.